നമസ്കാരം. കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഈ സംസ്ഥാനത്ത് ഇസ്ലാമിക ഭീകര സംഘടനയായ PFI നടത്തുവാൻ തയ്യാറാക്കിയിരുന്ന കൊലപാതക പരമ്പരയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 972 പേരെ വകവരുത്തുവാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിൽ 5 പേർ പ്രമുഖ വ്യക്തികളാണ്. അതിലൊന്ന് മുൻ ജില്ലാ ജഡ്ജിയും. ഇത് വെറുതെ പറയുന്ന ആരോപണമല്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് PFI പദ്ധതിയിട്ട കൊലപാതക പരമ്പരയുടെ വ്യക്തമായ വിവരങ്ങളും അത് കണ്ടെടുത്ത സ്ഥലവും ഉൾപ്പെടെയുള്ള PFI നേതൃത്വവും അടക്കമുള്ള വിശദമായ പദ്ധതിയുടെ രൂപരേഖയുള്ളത്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായ സിറാജുദ്ദീന്റെ പക്കൽ നിന്നും 250 പേരുടെ ഹിറ്റ് ലിസ്റ്റും ആലുവ പെരിയാർ വാലിയിൽ നിന്നും 5 പ്രമുഖരുടെ ലിസ്റ്റും കൂടാതെ അവിടെ നിന്ന് തന്നെ 232 പേരുടെ മറ്റൊരു പട്ടികയും NIAക്ക് ലഭിച്ചു. പെരിയാർ വാലിയിൽ നിന്ന് തന്നെയുള്ള അയ്യൂബ് എന്ന PFI നേതാവിൽ നിന്നും മറ്റ് 500 പേരുടെ ലിസ്റ്റും NIA കണ്ടെടുത്തതിൽപ്പെടുന്നു. പ്രബുദ്ധ കേരളം ഈ വാർത്ത കേട്ട് ഞെട്ടേണ്ടതാണ്. പക്ഷേ ആരും ഞെട്ടിയില്ലെന്ന് മാത്രമല്ല, അത്ര കാര്യമായി പോലും ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ നേതൃത്വം എടുത്തോ എന്നും സംശയമാണ്. ജനങ്ങളുടെ ജീവനേക്കാൾ പ്രാധാന്യം മത വോട്ടുകളുടെ മൊത്ത കച്ചവടം നടന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീരവാദ കഥകളിൽ മുങ്ങിപ്പോയതും സ്വാഭാവികമായിരുന്നു. പ്രമുഖ വ്യക്തികളടക്കം 972 പേരെ വധിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പട്ടിക തയ്യാറാക്കൽ ഇന്ത്യയിലെ മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലാണ് നടന്നിരുന്നതെങ്കിൽ കേരളത്തിൽ പ്രതിഷേധ യോഗങ്ങളും റാലികളും സമരങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ തെരുവുകൾ നിറയുമായിരുന്നു. എന്നാൽ ഭീകരരുടെ പേരെ മതം നോക്കി പ്രതികരിക്കുന്ന പ്രബുദ്ധതയ്ക്ക് വോട്ട് ബാങ്കാണ് എല്ലാത്തിനും മേലെയുള്ള ലക്ഷ്യം. മാറാട് കണ്ട അതിദാരുണവും ഭീകരവുമായ കൊലപാതകത്തിന് ശേഷവും കേരളം എന്ന സംസ്ഥാനം ഭീകരതയ്ക്കെതിരെ വേണ്ട ശ്രദ്ധ നൽകിയിരുന്നെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ഒരിക്കലും വേരോടില്ലായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുകയും 2022 PFI നിരോധിക്കപ്പെടുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു ചോരക്കളമായി മാറുമായിരുന്നു എന്നത് നിസ്തർക്കമാണ്. കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും അവലും മലരും കുന്തിരിക്കവും കരുതിക്കോളൂ എന്ന് മറ്റു മതക്കാരോട് വിളിപ്പിച്ച മത തീവ്രവാദത്തിനെതിരെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധത കണ്ണടയ്ക്കുകയായിരുന്നു. അതിനെതിരെ നടക്കുന്ന അന്വേഷണം കുറ്റിച്ചെടികൾ പറിക്കുവാൻ മാത്രമുള്ളതാണ്. അതിതീവ്രവാദത്തിന്റെ വേരുകൾ അങ്ങ് താഴെ വരെ ഉണ്ടെന്നും അത് കേരളത്തിന് അപകടമാണെന്നും അറിയാത്തവരല്ല ഭരണരംഗത്തുള്ളത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ നിരവധി പ്രമുഖ പ്രവർത്തകരെയാണ് BJPക്കും RSSനും വാഹനാപകടങ്ങളിൽ നഷ്ടമായിട്ടുള്ളത്. പലരും അജ്ഞാത വാഹനം ഇടിച്ചാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരായിരുന്നു ഈ അജ്ഞാതർ? ഓരോ മരണവും സംശയത്തിന്റെ നിഴലിലായിരുന്നിട്ടും വേണ്ട രീതിയിൽ തുടരന്വേഷണം നടത്തിയോ എന്ന ചോദ്യം ഉയരേണ്ടതാണ്. ഇത്തരം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഭീകരവാദത്തിന് കേരളം വിളഭൂമിയാകുന്നത് ഭീകരതയോടുള്ള മിത്ര സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാ പരിഗണനയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആകുമ്പോൾ നോക്കുകുത്തിയാകുന്നത് നിയമമാണ്. NIAയുടെ റിപ്പോർട്ട് കേരളത്തെ ഞെട്ടിക്കേണ്ടതാണ്. കേരളത്തിന് സമയക്കുറവുള്ളത് കൊണ്ടും വിശാല മതേതരത്വം നട്ടു നനയ്ക്കേണ്ടത് കൊണ്ടും തൽക്കാലം ഞെട്ടാൻ മറ്റൊരു അവസരത്തിനായി കാത്തിരിക്കാം.